Hi. Then നമ്മൾ തൊട്ടടുത്ത illustration number 30 ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question just read ചെയ്യാം. Assembly Limited furnishes the following information relating to process B. Process B means before that there is a process called A. Process A. Then process B. Okay. Process B ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ ഫർണിഷ് ചെയ്തിരിക്കുന്നത്. For the month of October 2017, opening work in progress, that means opening stock nil ആണ്. ഇവിടെ opening stock ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. നമ്മുടെ നോർമൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ വരയ്ക്കുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് മെറ്റീരിയൽ ലേബർ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ ഇൻപുട്ട് കോളത്തിൽ യൂണിറ്റ് കോളത്തിൽ ഔട്ട്പുട്ടിന്റെ യൂണിറ്റ് കോളത്തിൽ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റിൽ തന്നിട്ടില്ല, നില്ലാണ്. അപ്പോൾ അതിലോ മാർക്ക് ചെയ്യണ്ട. ദെൻ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ഇൻപുട്ട് കോളത്തിൽ മാർക്ക് ചെയ്യും. 10,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിലോ ഒന്ന് മാർക്ക് ചെയ്യണ്ട. ദെൻ എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടിലുള്ള മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഓവർഹെഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് 9,500 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് പ്രകാരം ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് ക്വസ്റ്റ്യൻ ഇതുവരെ റീഡ് ചെയ്തതിൽ വന്നില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനിലുണ്ട്. 6th അഡ്ജസ്റ്റ്മെന്റ് ആണ്. ദെൻ 4th അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 9,500 യൂണിറ്റ് ആണ്. ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ അപ്പോൾ 9,500 യൂണിറ്റ്, 9,500. ഓക്കെ, ദെൻ അടുത്ത 5th അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. 350 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നത്. 350 യൂണിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 100%, ലേബർ ആൻഡ് ഓവർഹെഡ് 50% ഉണ്ട്. അപ് ടു ദ ഡിഗ്രി പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സിറ്റുവേഷനിൽ എടുക്കേണ്ടത്. അപ്പോൾ 100% ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം 100%, 350. ദെൻ ലേബർ ആൻഡ് ഓവർഹെഡ് 50% ആണ്. ലേബർ 50%, ഓവർഹെഡ് 50%. 350യുടെ 50% എന്ന് പറയുമ്പോൾ 175 യൂണിറ്റ്സ്. ദെൻ അഗൈൻ ഇൻ ഓവർഹെഡ് 175 യൂണിറ്റ് മാർക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് 6th അഡ്ജസ്റ്റ്മെന്റിലാണ് നോർമൽ ലോസ് വരുന്നത്. നോർമൽ ലോസ് ഇൻ പെർസെന്റേജ് 1% ഓഫ് ഇൻപുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ് ദി ഹോൾ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് കിട്ടിയത്. ആ ഇൻപുട്ട് യൂണിറ്റിന്റെ 10% ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് സ്റ്റോക്ക് നില്ലെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നില്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണോ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 10,000 ആണ്. വർക്കിംഗ് നോട്ട് 1 നോർമൽ ലോസ്. അപ്പോൾ 10,000 ആണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റിന്റെ 1% കമ്പ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് മൈനസ് ക്ലോസിംഗ് നമ്മൾ എടുത്തേനെ, അതിന്റെ ഒരു 1% എടുത്തേനെ. ഇവിടെ അതില്ല, ഓപ്പണിംഗ് സ്റ്റോക്കിനില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര എടുക്കാം? ഈ 10,000 റുപ്പീസിന്റെ 1% എടുക്കാം. അപ്പോൾ നമുക്ക് 100 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് 1% ആണ്, അതായത് 100 യൂണിറ്റ് ആണ്. നമുക്ക് നോർമൽ ലോസിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷനോ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ കഴിഞ്ഞു കാര്യം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാം ആയി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, നോർമൽ ലോസ് എടുത്തു, ഫിനിഷ്ഡ് സ്റ്റോക്ക് എടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇൻപുട്ട് യൂണിറ്റുകളോ ഔട്ട്പുട്ട് യൂണിറ്റുകളോ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ 10,000, ദെൻ അഗൈൻ ഇവിടെ 10,000 വരണം. പക്ഷേ 9,500, 350, 100. അപ്പോൾ 10,000 വരുന്നില്ല. ഇവിടെ ഒരു 50 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. 9,950 ആണ് ഇതിന്റെ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഒരു 50 യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ്. ഇൻപുട്ട് 10,000 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 10,000 കിട്ടണം, പക്ഷേ കിട്ടുന്നില്ല. 9,950 കിട്ടുന്നുള്ളൂ. അപ്പോൾ 50 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ആണ്.
ഓക്കെ, ദെൻ അബ്നോർമൽ ലോസിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. തൊട്ടടുത്ത 7th അഡ്ജസ്റ്റ്മെന്റിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഓഫ് അബ്നോർമൽ ലോസ് മെറ്റീരിയൽ 100% എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ 100%, 50 യൂണിറ്റ്സ്. ദെൻ ലേബർ ആൻഡ് ഓവർ ഹെഡ് 50% ആണ്. 50%, അഗൈൻ 50ന്റെ 20 യൂണിറ്റ്, 25. ഓക്കെ, 15ന്റെ 50% എന്ന് പറയുമ്പോൾ 25 യൂണിറ്റ്, 25 യൂണിറ്റ്. അബ്നോർമൽ ലോസ് ആകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. 9,500, 350, then again 50. അപ്പോൾ 9,900 total. Then 9,500, 175, 25, 9,700. Then 9,700. Then ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അവിടെ ഒരു ഡിഗ്രി ഓഫ് കംപ്ലീഷൻ അബ്നോർമൽ ലോസിന് തന്നേക്കുന്നത് 7th 80% എന്നാണ്. 50% അല്ല, മിസ്റ്റേക്ക് ആണ്, എൻ്റെ മിസ്റ്റേക്ക് ആണ്. 80%, അതായത് 50 യൂണിറ്റിന്റെ 80% ആണ്. അപ്പോൾ അത് 40 യൂണിറ്റ് ആണ്. എഗെയിൻ 80%, അപ്പോൾ അത് 40 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരും. 9,700 അല്ല, 9,715 എന്ന് വരും. 15 യൂണിറ്റ് കൂടെ ആഡ് ചെയ്തു. എഗെയിൻ in overhead also 9,715. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എടുക്കാം. എലമെന്റ്സ്, amount, units, cost per unit. Amount column A, unit column B. Okay, then elements എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കോസ്റ്റിൽ തന്നിട്ടുണ്ട്. 10,000 റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ₹3 per യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000 മെറ്റീരിയൽ കോസ്റ്റ്. വർക്കിംഗ് നോട്ട് 2, മെറ്റീരിയൽ കോസ്റ്റ് 10,000 into 3, that is equal to 30,000 rupees plus. Then again നമുക്കൊരു അഡീഷണൽ മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് തേർഡ് അഡ്ജസ്റ്റ്മെന്റിൽ മെറ്റീരിയൽ ഒരു 14,650 റുപ്പീസ് തന്നിട്ടുണ്ട്. അത് അഡീഷണൽ മെറ്റീരിയൽ ആണ്. 14,650 തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 44,650 റുപ്പീസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുന്നത്. പക്ഷേ നോർമൽ ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു 100 യൂണിറ്റ് നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിനെ സ്ക്രാപ്പ് വാല്യൂവിൽ നമ്മൾ വാല്യൂ ചെയ്യണം. 100 ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ₹1 ആണ്. അത് 8th അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് സ്ക്രാപ്ഡ് ആസ് നോർമൽ ലോസ് വെയർ സോൾഡ് അറ്റ് ₹1 per യൂണിറ്റ്. അപ്പം മെറ്റീരിയലിൽ നിന്നാണ് എന്ത് ചെയ്തത്? മെറ്റീരിയൽ പ്രോസസ് ചെയ്തപ്പോഴാണ് നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയത്. അപ്പം മെറ്റീരിയൽ ടോട്ടൽ 44,650 റുപ്പീസിന്റെ മെറ്റീരിയലാണ് നമ്മൾ പ്രോസസ് ചെയ്തത്. അതിൽ 100 യൂണിറ്റ്സ് നോർമൽ ലോസ് ഇൻറ്റു 100 റുപ്പീസിന് സ്ക്രാപ്പ് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് നിന്ന് കുറയ്ക്കാം, സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, അപ്പം 44,550 റുപ്പീസ് വിൽ ബി ദ റിയൽ മെറ്റീരിയൽ കോസ്റ്റ്. 44,550. Okay. Then labor cost 21,148 will be given in the question. Adjustment number 3. Then overhead rupees 43,000. Overhead will be 42,000 rupees. 42,000 rupees. It is also given in the adjustment number 3. Then unit means material units 9,900. Labor 9,715. Then overhead 9,715. A by B. A indicates amount column, B indicates unit column. Then cost per unit will be A divided by B. 44,550 divided by 9,900. That is equal to rupees. That is equal to rupees 4.5.
Okay, then labor cost will be 21,148 divided by 9,715. That is equal to 2.1768. Then 42,000 divided by 9715. That is equal to 4.3232. Okay, this is the second process. Then now we are going to state the third statement, that is value of abnormal loss. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് അബ്നോർമൽ ലോസ് ഉണ്ടായിരുന്നു. ഇനി അബ്നോർമൽ ലോസിന് നമ്മൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ of abnormal loss. Okay, then elements, units, cost per unit, A, B, then value. Okay, then element, material, labor, overhead. മെറ്റീരിയൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് അതിനകത്ത് നമുക്ക് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയലിനകത്തത് 50 യൂണിറ്റ്, ലേബറിനകത്തത് 40 യൂണിറ്റ്സ്, ഓവർഹെഡിനകത്തത് 40 യൂണിറ്റ്. ദെൻ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 4.5, 2.1768, 4.323. Then value will be A into B. A means A which indicates units column, then B which indicates cost per unit. Then the value column will be A into B. That is 50 into 4.5. That is equal to 225. Then 40 into 2.1768. That is equal to 87.072. Then 40 into 4.3232, that is equal to 172.928. Then the total will be 485 rupees. Okay, this is the total. Then സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസിൽ നമ്മൾ അഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, മെറ്റീരിയൽ ലേബർ ഓവർഹെഡിന്റെ അബ്നോർമൽ യൂണിറ്റ്സ് നമ്മൾ എടുത്തു, കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്തു, ദെൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, ഇൻറ്റു ചെയ്ത് ടോട്ടൽ ചെയ്തു. അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, statement of valuation of closing stock. Elements, units column, again it indicates as A. Then cost per unit, again it indicates as B column. Then value column will be provided. Then elements, material, labor, overhead. In units, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനകത്ത് നമ്മൾ മെറ്റീരിയൽ ലേബർ ഓവർഹെഡിന്റെ യൂണിറ്റ്സ് അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൽ വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ 350, ലേബർ 175, ഓവർഹെഡ് 175. Then cost per unit will be 4.5, 2.1768, 4.3232. That value will be A into B. Again 350 into 4.5, that is equal to 1575. Then 175
into 2.1768, that is equal to 380.94. Then 175 into 4.3232, that is equal to 756.56. The total will be 2712.50. If it is needed, you can calculate that. Okay, the fourth statement എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ ആണ്. നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, ടോട്ടൽ ചെയ്തു. അപ്പോൾ 2712.5 നമുക്ക് കിട്ടി. ദെൻ ഫൈനൽ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫിഫ്ത്ത് സ്റ്റെപ്പ്, നമുക്ക് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോസസ് ബി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ടിന്റെ ബേസിലുള്ള ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന് ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നെ. നമ്മുടെ പ്രോസസ് ബി അക്കൗണ്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ. ദെൻ പ്രോസസ് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്, യൂണിറ്റ് കോളം, amount column, unit column, amount column. Then process account. Process account വരുന്നത് നമുക്ക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് റുപ്പീസ് 10,000 നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ ₹3 per each ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 rupees വാല്യൂ ഉള്ള 10,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അഡീഷണൽ മെറ്റീരിയൽ ഉണ്ട്, അതർ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അഡീഷണൽ മെറ്റീരിയൽ amounts to ₹14,650. Then labor cost, here the labor cost will be 21,148. Then again overhead will be 42,000. Then normal loss should be credited. Then normal loss എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. അറ്റ് ₹1 per each. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ₹1 per യൂണിറ്റ് ആണ്. നമ്മൾ 100 rupees എന്ന വാല്യൂ കിട്ടും. ദെൻ നമുക്ക് അബ്നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അബ്നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ 50 യൂണിറ്റ് ആണ് അബ്നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. 485 ആണ് നമ്മൾ സ്റ്റെപ്പ് 3 സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസിന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. 485 എന്ന് കിട്ടി. ദെൻ അഗെയിൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 350 യൂണിറ്റ് ആണ്. 350 യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ സ്റ്റെപ്പ് 4ൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കൃത്യമായി അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2713, 12.5 ആണ് കിട്ടിയത്. റൗണ്ട് ചെയ്ത് 13 എന്ന് എടുത്തു, ഇത്രേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രോസസ് 2 എത്ര യൂണിറ്റ് ആണ് പാസ് ചെയ്യുന്നതുണ്ട്. നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പൊ നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. സോറി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന സാധനം അവിടെ അഡ്ജസ്റ്റ് നമ്പർ 4ൽ 9,500 തന്നിട്ടുണ്ട്. അതാണ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. $9,500. Then യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുന്നു, എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. 10,000 യൂണിറ്റ് കോളം ടോട്ടൽ, 9,500, 350, 50, 100, again 10,000 total, no issue in unit column. Then amount column 3,000, 14,650, 21,000, 148, then 42,000. The total will be 1,07,798. Again it should be here like 1,77,798. Then here the difference will be 1,04,500 rupees. Here it will be the answer, final answer. Then per unit cost will be 1,04,500 divided by 9,500, that is equal to ₹11 per unit. Here it is the
final answer which we are expecting from this. Okay. Thank you.